ചേട്ടോ ഷവർമ്മയുണ്ടോ? കൊല്ലം വരെ പോയിരിക്കണ്. അരി ശർമ്മ. അയ്യോ അതല്ലെന്ന് കഴിക്കണ ഷവർമ്മ. കഴിക്കും, സ്ഥിരം കഴിക്കും. കഴിച്ച് അടിച്ച് പിറ്റായി കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഉറങ്ങും, പോകത്തില്ല. ചേട്ടാ അതല്ലെന്ന് നമ്മള് ബേക്കറിയിലൊക്കെ മേടിച്ച് കഴിക്കുന്ന ഷവർമ്മയല്ലേ? അയ്യോ അതില്ല ചേട്ടാ. സാൻഡ്വിച്ച് അതില്ല. ബർഗർ അത് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി നീ വൾഗറാണെന്ന്. ഈ പട്ടിക്കാട്ടിൽ ഒരു സാധനം ഇല്ലേ? കേക്കുണ്ടോ ചേട്ടാ? കേക്ക് ഇല്ലെന്ന് പറഞ്ഞില്ല, അതൊന്നും ഇവിടെ കിട്ടൂല. എനിക്ക് ബണ്ണ് കിടക്കും, 2 ബണ്ണ്. ബണ്ണ് തരാം. ബണ്ണുണ്ട്. സംഭവം വേറെ ഒന്നുമില്ലെന്നേ, കാറിനകത്ത് റിച്ച് ഫാമിലി ഇരിക്കണേ. അവരിപ്പോ ലോക്കൽ കടയിൽ നിന്നുള്ള ആഹാരം ഒന്നും കഴിക്കത്തില്ല. ഇപ്പൊ സാൻഡ്വിച്ച് ഇല്ലാത്തതിന് പകരം ഇപ്പം കാരണം 2000 രൂപയുടെ ഓട്ടവും 1500 രൂപ തീറ്റയും നമ്മള് ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ ഉള്ളവരൊന്നും അല്ലല്ലേ. നമുക്ക് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുത്താൽ പോയി അവർ പക്ഷേ കിട്ടുന്നതൊക്കെ തിന്നോളും. വണ്ടി ഇരിക്കുന്നവർ കൊടുക്കാൻ വേണ്ടിട്ടാണ്. പൈസ തരാവേ. കൊണ്ടുപോകണം. അണ്ണാച്ചിന്നോ? ആരാടാ എന്റെ അച്ഛൻ അണ്ണാച്ചിന്ന് വിളിച്ചേ? അണ്ണാച്ചി നല്ല വിളിച്ച അണ്ണ ഒരു ടീന്ന് പറഞ്ഞതാ. ഇക്കണക്കിന് നീ അച്ചപ്പത്തിന് എന്നെ കയറി അപ്പച്ചന്ന് വിളിക്കുമല്ലടാ. അല്ല, വെള്ള ജുബ്ബ, വെള്ളമുണ്ട്, പാടുന്ന മൊത്തം വെള്ളി. വഴിയിൽ യേശുദാസ് എങ്ങോട്ടാ? എന്നെ വഴിയിൽ യേശുദാസ് വിളിക്കല്ലേ. എനിക്കൊരു പേരുണ്ട്, സുപ്രൻ. അങ്ങനെ വിളിച്ചാൽ മതി. അല്ല, അണിഞ്ഞൊരുങ്ങി സുപ്ര എങ്ങോട്ടാ രാവിലെ? ഒരു കരയൊക്കെയുണ്ട്. അത് ശരിയാ. ഈ കലാപരമായിട്ടുള്ള പരിപാടിക്ക് പോകുമ്പോ അല്പ സ്വല്പ സാഹസികമായിട്ട് കരേട്ട അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. കരേട്ട അല്ലെന്ന്, ഒരു കരയൊക്കെ ഗാനമേള ഉണ്ടെന്ന്. കരയൊക്കെ ഗാനമേള? ഇവിടെ കഴിഞ്ഞ നീ കരയൊക്കെ ഗാനമേള നടത്താൻ പോയിട്ട് അവിടെ ഇടയ്ക്ക് വെച്ച് കരേട്ട ഗാനമേള എന്ന് കേട്ടല്ലോ. അതൊരു കരേട്ട സ്കൂളിലായിരുന്നു പരിപാടി. മറ്റേ പാട്ടില് കേളി വിപിനം നടനം എന്ന് പറയും കരോട്ടക്കാരെ പിള്ളേർ കരോട്ട പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ വന്ന് ഊട് പാടാൻ കഴിച്ചിട്ട് പോയി. ഒന്ന് തള്ളാവോ? പിന്നെന്നാ എന്നെ തള്ളാനല്ല, കാറൊന്ന് തള്ളാനാണ്ട. കാറ് പൂന്തിപ്പോയി. കാറ് പൂന്തു? എങ്ങനെ കാറ് പൂന്തായിരിക്കും? കണ്ടോ, ഈ ബൈപ്പാസില് ഹൈവേ കൂടി പോയി കഴിഞ്ഞാൽ ഇവന്മാർക്ക് പെട്രോളിങ്ങിന് 80 രൂപ കൊടുക്കണം. അത് ലാഭിക്കാൻ വേണ്ടി ഇടവേ കൂടെ കയറ്റിക്കൊണ്ടുവരും. റോഡ് ലാഭിക്കാൻ വേണ്ടി ഇതുവഴി കയറി വരുന്ന ഒരു കാറോ ഒരു ആട്ടോ പോലും പോകത്തില്ല. അതാണ്ട് വന്ന ചെളി പൂന്തി അവിടെ കിടക്കട്ടെ. പെട്ടെന്ന് പോകണം. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ മടുത്തു. എന്റെ പൊന്നു സഹോദരൻ, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പോ. ചേട്ടാ, നമ്മുടെ ഈ പഞ്ചർധാമം വന്നില്ലേ? പഞ്ചർധാമം പുള്ളി പുറത്തോട്ട് പോയിരിക്കുന്നത് ഇപ്പൊ വരും. ആണോ? എന്തോ ഒരു സൈക്കിൾ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കും ഈ കിടക്കണത്. അല്ല പുള്ളി വരും. അയ്യോ, നമ്മുടെ ഗായകൻ വഴിയിലെ യേശുദാസ്. ഇതെന്താ വഴി നിൽക്കണേ? വഴിയിൽ യേശുദാസ് വഴിയിലല്ല, പിന്നെ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുവാടാ. ഇപ്പോഴും പഴയ പാട്ടൊക്കെ തന്നെ പാടുന്നത്? ഇല്ലല്ല, അതൊക്കെ ട്രൈ ക്ലീൻ ചെയ്ത് പുതിയ പാട്ടാക്കി. കോമഡി. എന്റെ പുതിയ കിടിലൊരു പാട്ടുണ്ട്. പുതിയ പാട്ട് എന്ത് കേട്ടോ? മതി. ഞാൻ എപ്പോ വന്നാലും ഇതാണ് പാട്ട് പാടി നിങ്ങൾ സ്വീകരിക്കും. ആര് സ്വീകരിച്ചു? നിങ്ങളല്ലേ ഇപ്പൊ പാടി ആവോ ദാമോദരോ പാടില്ലേ? ആവോ ദാമോദരോ എന്ന് പറഞ്ഞല്ല, പുതിയ പടത്തിലെ പാട്ട് പാടി. എന്റെ പുതിയ പാട്ട്. അതെ, പാട്ട് പാടിയാ തോന്നില്ല. അതെ, ഇന്നലെ സൈക്കിൾ നന്നാക്കുന്നില്ലായിരുന്നാ? അതെവിടെ? അയ്യോ, ഇതോ എന്റെ പഞ്ചറൊട്ടിക്കുന്ന സൈക്കിളായി പരുവത്തിലാക്കിയത്. എന്റെ ദൈവമേ, ഇത് നമ്മുടെ സൈക്കിളാ. പഞ്ചറൊട്ടിക്കാൻ തന്നായിരുന്നു. പിന്നെ ഞാൻ കേട്ടത് നിന്റെ പമ്പരമൊക്കെ ഊരിയെടുക്കണേ. പമ്പരൊന്നും ടയറില്ലേ? എന്നെ പണിയാട്ടോ. ഒരു പഞ്ചറൊട്ടി ഞങ്ങൾക്ക് ഇന്ന് പണിക്ക് പോകാനായിട്ട് രാവിലെ ഞങ്ങൾ സൈക്കിളിൽ വന്നു. സെറ്റ് ചെയ്യും. ഇതിനെങ്ങനെ സെറ്റ് ചെയ്യും? അതാണല്ലോ പ്രശ്നം. യൂട്യൂബിൽ അടിച്ചു നോക്കി കാണാൻ പറ്റുമോ? ഇത് സെറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ എന്നാ പഞ്ചർധാമം? എന്റെ സുഹൃത്തെ, ഞാൻ ഇതല്ലായിരുന്നു പരിപാടി. നിങ്ങൾ എന്നോട് ചൂടാകല്ലേ? വലിയ പഞ്ചർധാമമാണോ? അങ്ങനെ വിളിക്കല്ലേ? എന്താ പുള്ളി നിവൃത്തികളുണ്ട് ഇപ്പൊ സൈക്കിളാണ് നടത്തുന്ന. പണ്ടത്തെ സൈക്കിൾ അഞ്ഞോ സർക്കസ് കാണിച്ചോണ്ടിരുന്ന വലിയൊരു മഹാനാ അത്. ദാമോദരൻ, സർക്കസ് ദാമോദരൻ വലിയ മഹാനായിരുന്നോ? നമ്മൾ പഞ്ചറല്ല, മെയിൻ ആയിട്ട് സർക്കസ് ആണ്. സർക്കസോ? അപ്പൊ സർക്കസ് ഒക്കെ അറിയാവോ? എന്റെ പൊന്നു സുഹൃത്തെ, നമ്മൾ സർക്കസുകാരാണ് പാരമ്പര്യമായിട്ട്. അച്ഛൻ ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അങ്ങനെ അവസാനം അച്ഛൻ സർക്കസിൽ പോയി. സർക്കസിൽ ചെന്ന് ഞാൻ ഒരു ദിവസം സർക്കസ് കാണാൻ വേണ്ടി, അച്ഛന് സർക്കസ് കാണാൻ വേണ്ടി ചെന്നതാ. അവിടെ ചെന്നപ്പോ അച്ഛൻ ഒരു പെണ്ണിനെ ഭിത്തിയെ ചാരി നിർത്തിയിട്ട് കത്തി കൊണ്ട് എറിയണി. പക്ഷെ ഒറ്റ കത്തിയും കൊള്ളണില്ല. ഞാൻ അവസാനം പറഞ്ഞു, അച്ഛൻ ഈ പണി അറിയാമല്ലേ, വേറെ വല്ല പണിക്ക് പോകുമ്പോൾ ആ കത്തിയെടുത്ത് ഒരു ഒറ്റ അത് കൃത്യമായിട്ട് കൊണ്ട് എവിടെ ഇരുപറ്റിക്ക് തന്നെ ഉണ്ട് പെണ്ണിന്റെ. എന്നിട്ട് അച്ഛൻ ജയിലിൽ പോയി, ഞാൻ സർക്കസിൽ വന്നു. പുള്ളിക്കറിയാം, പുള്ളി സർക്കസും ഭയങ്കര പരിപാടിയൊക്കെ. ഇതിന്റെ കീ എങ്ങനാ? അത് ഡോർ തുറന്ന് നോക്കുമ്പോ സ്റ്റീറിംഗിന്റെ സൈഡിൽ ഇരിപ്പുണ്ടല്ലോ, ഞെക്കുമ്പോ കിയോ കേൾക്കും. അതല്ലടാ, ഇതിന്റെ കീ ഒന്നും ഞാനൊന്ന് നോക്കട്ടെ. കീ നോക്കും.
കീ ഓടിച്ച് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് പറ്റത്തില്ല ഞാൻ എന്റെ വണ്ടി ഞാൻ ഓടിക്കത്തുള്ളൂ, വേറെ ആർക്കും ഞാൻ കൈമാറി ഓടിക്കാൻ കൊടുക്കത്തില്ല. ചേട്ടൻ തള്ളി തന്നാ മതി. സുഹൃത്തെ, എനിക്കറിയാം, എനിക്ക് ഒരുപാട് പണികൾ അറിയാവുന്നതാണ്. സർക്കസ്, സൈക്കിൾ വർക്ക്ഷോപ്പ് ആൻഡ് ഡ്രൈവിംഗ്. ചേട്ടാ സംഭവം ശരി തന്നെ, പക്ഷെ എന്റെ കാർ ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല. സഹോദരൻ പുള്ളി വണ്ടി കയറ്റി തരും. മരണക്കരലൊക്കെ കാർ ഓടിക്കുന്ന ആളാ. ചാവി ഞാൻ കൊടുക്കത്തില്ല, ഒന്ന് തള്ളിത്തന്ന് സഹായിക്കണം. അങ്ങനെ തള്ളിത്തന്ന് സഹായിക്കണല്ലോ. അങ്ങനെ തള്ളിത്തന്ന് നിന്റെ വണ്ടിയും കൊണ്ട് ഞാൻ കൊടുത്ത് പൊക്കോളാം. അല്ലെ ഞങ്ങൾ വരെ ഒന്ന് തള്ളിത്തരാൻ പറഞ്ഞാൽ ഞങ്ങൾ തള്ളിത്തരാൻ അങ്ങനെ വേറൊരു പണിയൊന്നുമില്ലായിരിക്കും. അല്ല ചേട്ടൻ മാത്രം ഈ ചൂടാവേണ്ട കാര്യം എന്താ? ചേട്ടൻ മാത്രം ചൂടാവും. ചേട്ടൻ നിന്നോട് കീ വെച്ചപ്പോ തന്നാ. അല്ല അവർക്കാർക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മാത്രമല്ലേ കുഴപ്പം? കുറെ നേരമായിട്ട് ചേട്ടൻ ആരുടെ കൈ ചൂണ്ടി സംസാരിക്കണം? വേഗത്തോളം കേട്ടോ, അത് തിന്നെടുക്കാണ്. അത് അടിപടിക്കല്ലോ. അല്ല ചേട്ടൻ മര്യാദ കേട്ടോ, നിങ്ങളൊക്കെ എന്ത് സ്നേഹത്തിൽ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രം അതൊന്നും വണ്ടി താന്ന് പോയോ? ഒന്ന് തള്ളിത്തോട്ടോ. നീ ക്ഷമിക്ക്, കാര്യം പറ. ഇവിടെ ഞാൻ പാട്ടുപാടി മഴ പെയ്ച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. ഞാന് കൊണ്ടുപോയ കാരണം ഒരു പാതാള രാഗത്തിൽ ഒരു കീർത്തനം ആലപിച്ചാലോ? വേണ്ട ഇപ്പൊ ടയർ മാത്രമേ പോയിട്ടുള്ളൂ. നീ പാട്ട് പാടി കഴിഞ്ഞാൽ എഞ്ചിനും കൂടെ ഓഫായി പോകും. എന്റെ പൊന്നു തവര ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പോകുന്ന സ്ഥിരം പരിപാടി എവിടുത്തെ അവൻ എന്നാന്ന് വെച്ചാ കാണിക്കണം. എതിരേലും എടുത്തോണ്ട് പോട്ടെ. താനിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് പ്രോഗ്രാം എടുത്തണ്ടേ? മേഡം അങ്ങനെ പറയില്ല മേഡം, ഞാൻ 80 രൂപയുടെ ഒരു ലാഭത്തിന് വേണ്ടിയാണ് ഞാൻ ചുറ്റി വന്നത്. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല മേഡം. വേറെ ഒരു വഴിയും കണ്ടില്ലേ വരാൻ വേണ്ടി? ഞങ്ങൾക്ക് 10 മിനിറ്റ് മേഡത്തിന് എങ്ങനെയെങ്കിലും ചെയ്തോളാം മേഡം, പ്ലീസ് പ്ലീസ്. എക്സ്ക്യൂസ് മീ. ഇയാൾ എക്സ്ക്യൂസ് ഉണ്ടാക്കണ്ട. ഇയാൾ പോ. ഇയാൾ എന്റെ വണ്ടി പിടിക്കാൻ വേണ്ട, എന്റെ വണ്ടി ഒന്ന് ആൾക്കാർ സംസാരിക്കാൻ വേണ്ട. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ സുമംഗലി ഓഡിറ്റോറിയത്തിലേക്ക് പോവാ. ആണോ? ഞാനൊരു ഗായകനാണ്. സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഇന്ന് എന്റെ കരയൊക്കെ ഗാനമേളയുണ്ട്. എന്നാ പിന്നെ വേറെ ആരും അങ്ങോട്ട് പോകാതിരിക്കണമല്ലോ. സുമംഗലി ഓഡിറ്റോറിയം വിധവാ ഓഡിറ്റോറിയം ആവും. എന്റെ പാട്ടല്ലേ? ഒരു ലിഫ്റ്റ് തരാമെങ്കിൽ ഞാൻ സഹായിക്കാം. സോറി, ഞങ്ങൾ 2 ലേഡീസ് അല്ലേ ഉള്ളൂ. ചേട്ടനെ കൂടി എങ്ങനെയാണ്? ഒരു കലാകാരനല്ലേ കുട്ടി, ഞാൻ ഇവരെയൊക്കെ വിളിച്ച് സഹായിച്ച് വണ്ടി തള്ളിക്കാം. എല്ലാരും എന്നതാണാവേ നമ്മുടെ നാട്ടിൽ വന്ന് നോക്കി നിൽക്കാതെ ഒരു കൈ വേടേ. ആവശ്യത്തിന് കൈ ഉണ്ടല്ലോ. വണ്ടിയുടെ പുറത്ത് വെച്ച് തള്ളടാത്. നല്ല വണ്ടി. നിങ്ങൾ ഞങ്ങളെയാണോ തള്ളുന്നത്, വണ്ടിയാണോ തള്ളുന്നേ? നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ കാർ തള്ളിയ പോലെ ആയില്ലോ. വണ്ടി ഒന്ന് തള്ളി തള്ളി ഞങ്ങൾക്ക് പോണം. പറ്റൂല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നീങ്ങണ്ടേ വണ്ടി? അയാളെ കൊണ്ട് പറ്റില്ല, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുമോ? സംഭവം പൊളിഞ്ഞു കേട്ടോ. നടപ്പുള്ള കാര്യമല്ല. എന്ത് ചെയ്യാനാ? പരിപാടി കഴിഞ്ഞോ? അങ്ങനെ അല്ല മൊത്തം ശരിയായിരിക്കണം. പരിപാടി കഴിഞ്ഞാൽ ചെളി പറ്റാനുള്ളതാണോ? ആ ചെളി നേരത്തെ പറ്റിയെന്നുള്ളൂ. ആ സൈഡിൽ പിടിച്ച് അവിടെ മുഴുവൻ ചെളിയായിരുന്നു. പറ്റത്തില്ല കേട്ടോ, ഇവിടെ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ലല്ലോ, സംഭവം നടക്കത്തില്ല. ഒരാള് വിചാരിച്ച കാര്യം നടക്കും. പിന്നെ ഇവിടെ ഇത്രയും പേര് വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെ ഒരാള് അതുപോലത്തെ ആളല്ല. ആര്? ദാമോദരൻ. നിങ്ങൾ ചുമ്മാ ഇരിക്കണം. അങ്ങനെ എന്തോ ഭ്രാന്ത് കാണിക്കാനേ? എടാ നമ്മളെ ദാമോദരൻ. കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഇത്രയും നേരം മുമ്പ് ഭയങ്കര സൈക്കിൾ സർക്കസ് നടന്ന ആളാ. നിനക്ക് അറിയാത്തോണ്ടാ? ഞാൻ എന്റെ പുത്രിക്കണ്ട മൈതാനത്ത് 10-15 ജനങ്ങൾ അങ്ങനെ നിറഞ്ഞു നിന്നപ്പോ നമ്മൾ തമിഴ് ലോറി മുടി വെച്ച് കെട്ടി വലിച്ച് നീട്ടി കാനുകളുടെ കൈയടി വാങ്ങിച്ചോനെ നമ്മൾ ദാമോദരൻ. തേക്കുംകാട് മൈതാനത്ത് ഒരു ആനെ തേക്കും കൂടെ സ്വന്തം മുടിയെ കെട്ടി വലിച്ച ആളാണ് ഈ നിൽക്കുന്ന ദാമോദരൻ. അതെ, ഞാൻ പറഞ്ഞ പുള്ളി കേൾക്കോ? അല്ല, പുള്ളി ഒരു ചെറിയ ഞരമ്പാ. വെരിക്കോ സാർ? അതല്ലെന്ന്, പിന്നെ പുള്ളിക്ക് ചെറിയ ഞരമ്പിന്റെ കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു പക്ഷേ ഇവര് പറഞ്ഞാൽ കേട്ടേക്കും. ഒന്ന് പറഞ്ഞു പ്ലീസ്. ഒന്ന് പറഞ്ഞു പ്ലീസ്. അങ്കിൾ അങ്കിൾ ചേട്ടായി, ചേട്ടാ പ്ലീസ് ഹെൽപ്പ് മീ. ഞങ്ങളുടെ കാർ വഴിയിലായി, ഒന്ന് സഹായിക്കാവോ? ഞാനത് പറഞ്ഞതാണ്. അപ്പൊ അങ്ങ് ഡ്രൈവർ അത്ര ശരിയല്ല. സോറി, ഡ്രൈവറിനോട് ഞങ്ങൾക്ക് സോറി ചോദിക്കാം. സോറി പ്ലീസ്.
ഇല്ല ഞാൻ അങ്ങനെ വരില്ല. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ അത്യാവശ്യം പോയേ പറ്റുള്ളൂ. സോറി പ്ലീസ് കാരണം ഞാൻ ഭയങ്കര സംഭവമാണ്, സർക്കസ് ഒക്കെയാണ്, പക്ഷെ ഇത് ഞാൻ ചെയ്യില്ല. പ്ലീസ് ചേട്ടാ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ സോറി ചോദിക്കാം പ്ലീസ്. എന്നാ ഇവന്റെ കാലത്തൊരു മാറ്റി വയ്ക്കട്ടെ. എടോ വീഴോ. അതിനുള്ള ടച്ചിങ്സ് ആണ്, നക്കിച്ചു പോകാനായിട്ട്. മര്യാദ തോന്നാം. മര്യാദയ്ക്കൊന്ന് തോന്നി. ഓക്കെ, ഓക്കെ. ഞാൻ എന്റെ സഹോദരിമാർ പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ. വരൂ, ഇത് വണ്ടി ഞാൻ കയറ്റി തരാം. ആണോ? ഒരു പ്രശ്നവും ഇല്ല. സമ്മതിച്ചു വണ്ടി വരൂ. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് സർക്കസിൽ എന്റെ പരിപാടി തന്നെ ലോറി, ആന, കാർ ഇതൊക്കെ മുടികെട്ടി വലിച്ചഴിക്കുക. ഞാൻ ആ പരിപാടി എന്നോട് പ്രയോഗിക്കാൻ പോകുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഈ പരിപാടി ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് അത് ആരും അനുകരിക്കരുത്. ഭയങ്കര ഡേഞ്ചർ പിടിച്ച പരിപാടിയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുമല്ലോ. മനസ്സിലായില്ല? പിന്നെ ഒരു കാര്യം, ഞാനിത് വലിച്ചോണ്ടിരിക്കുമ്പോ എന്റെ തലേന്ന് ആരും മുടിനാരെ പറിച്ചോണ്ട് പോരുത്. ഈ ആനവാലി കെട്ടിയാലേ പേടി മാറുന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ദാമുവിന്റെ മുടി കെട്ടിയാൽ പേടി മാറുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ നാടിന്റെ അഭിമാനമായ ദാമു ടൂർസ് അടിക്കട്ടെ. സ്വന്തം തലമുടിയാ സ്വന്തം തലമുടിയുണ്ട്. നമ്മുടെ നാടിന്റെ അഭിമാനമായ ദാമു ഇതാ ഒരു കാറ്, ഇതാ വലിച്ചു കയറ്റാൻ പോവുകയാണ്. ഇതാ കാറ്. ഞാനിത് ഫ്രണ്ടിലേക്ക് വലിക്കുമ്പോഴത്തേക്ക് നീ വണ്ടി എടുത്തോളണം. അത് നിന്റെ കയ്യിലായിരിക്കണം. റെഡി? ഫ്രണ്ടോട്ട് വലിച്ച വണ്ടി പുറകോട്ട് പോയല്ലോ. ദാമു അയ്യോ ദാമുവേ, നീ സൈക്കിളോ സർക്കസോ ഒക്കെ പറഞ്ഞിട്ട് നീ ഫ്രണ്ടോട്ട് പിടിച്ച വണ്ടി നിന്റെ മുടിയായിട്ട് പുറകോട്ടാണല്ലോടാ പോയത്. ആ വണ്ടിയുടെ ഡ്രൈവറെ ഒന്ന് വിളിച്ചേ. വിളിക്കുന്നു. എന്താ എടാ, ഞാൻ മുടി കെട്ടി വണ്ടി ഫ്രണ്ടിലേക്ക് വലിക്കുമ്പോ നീ ഫ്രണ്ടിലേക്കല്ലേ വണ്ടി എടുക്കേണ്ടത്. നീ എന്തിനാണ് റിവേഴ്സ് ചെയ്തിട്ട് വണ്ടി ബാക്കിലേക്ക് എടുത്തത്? അതല്ലടാ എന്റെ ഈ മുടി മൊത്തം പോയത്. അയ്യോ, ഇപ്പോഴാ ഇവന്റെ പേര് പോലെ തന്നെയായത്. എന്ത്? പഞ്ചർ ദാമു.